പരമ്പരാഗത തൊഴിലായ കുട്ടനെയ്ത്തിനെ കൈവിടാതെ ഒരു ആദിവാസി കുടുംബം കണ്ണമ്പടി കൊയ്പുര അമിടിയും മകളുമാണ് ഇന്നും കൊട്ടാവട്ടി പരമ്പ് നെയ്ത്തുമായി മുൻപോട്ട് പോകുന്നത്. പുതിയ തലമുറ കൈവിട്ട തൊഴിലിനെ കൈവിടാതെ മുറുകെ പിടിച്ചു ജീവിതം കരിപ്പിടിപ്പിക്കുകയാണ് ഈ ആദിവാസി കുടുംബം. വർഷങ്ങൾക്ക് മുമ്പ് ആദിവാസികളുടെ വീടുകൾക്ക് മുന്നിൽ ഒരു താണ്ടിക കാണാം. മുറ്റത്തോട് ചേർന്ന് ചെറിയ മുഴക്കോലുകൾ പാകി അതിനു മുകളിൽ ഓല മറച്ചു കെട്ടുന്നതാണ് താണ്ടിക. ആ വീടുകളിലെ അടുപ്പുകളിൽ തീ പുകയുന്നത് ഈ താണ്ടികകളിൽ ഇരുന്ന് നെയ്ത കുട്ടയും മുറവും വിറ്റ് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് താണ്ടികയും കുട്ടകെട്ടും അകന്നു. പുതുതലമുറ ഈ തൊഴിലിനെ അവഗണിക്കുകയും ചെയ്തു. എന്നാൽ ഈ തൊഴിലിനെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില കുടുംബങ്ങൾ ഇന്നും ഉണ്ട്. ഒരാൾ ദിവസം 4 or 5 കുട്ടകളോ മുറുമോ നെയ്യും. പ്ലാസ്റ്റിക് അലൂമിനിയം പാത്രങ്ങളെ അടുക്കള കയറുന്നതിന് മുമ്പ് ആദിവാസി സമുദായക്കാരുടെ കുട്ടയും മുറുമാണ് അടുക്കള ഭരിച്ചിരുന്നത്. പിന്നീട് സ്ഥിതി മാറി. പ്ലാസ്റ്റിക്കിന്റെ വരവോടെ ഈറ്റ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആർക്കും വേണ്ടാതായി. അങ്ങനെ കുട്ടകൾക്കും മുറങ്ങൾക്കും ആവശ്യക്കാരില്ലാതായി. എന്നാൽ പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടിയ കൈത്തൊഴിൽ കൈവിടാൻ കൂട്ടാക്കാതെ ഇന്നും താടികകൾ ഇല്ലെങ്കിലും വീടുകളിലിരുന്ന് കുട്ടയും മുറം ചെയ്യുന്നവരുണ്ട്. കണ്ണമ്പടി 15 വയസ്സിൽ പഠിച്ച തൊഴിൽ അമ്മണി ഇന്ന് 77-ാം വയസ്സിലും മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഇത് ചെറുപ്പം മുതലേ കിട്ടാൻ തുടങ്ങിയ 15 വയസ്സായപ്പോഴത്തേക്ക് കിട്ടാൻ തുടങ്ങിയാണ്. പത്തിനാക്കിന് നമ്മളത് പൊളിയെടുത്ത് മഴ ആയതുകൊണ്ട് നമുക്ക് ചേരുണ്ട്. ചേരെന്ന് പറയുന്ന ഒരു സാധനം അതിന് മുകളിൽ തീ എത്തിക്കുന്നതിന്റെ മുകളിൽ ടോണൊക്കെ എടുക്കും. എന്നിട്ട് നുള്ളുന്നതിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മളെ കൈ മുറി ഇതിങ്ങനെ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ കൈകൾ ഇങ്ങനെ മുറി കിട്ടും. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഒഴിവു സമയങ്ങളിലാണ് കുട്ടയും മുറവും അമ്മണി നെയ്യുന്നത്. ആൺമക്കൾ ഈറ്റ കൊണ്ട് നൽകും. അമ്മണിയും പെൺമക്കളും ചേർന്ന് നെയ്യുന്ന കുട്ടയും മുറയും വിൽപ്പന നടത്തുന്നതും ആൺമക്കൾ തന്നെ. അമ്മണി മക്കൾക്ക് തൊഴിൽ പകർന്നു നൽകിയെങ്കിലും 3-ാം തലമുറയിലുള്ളവർക്ക് ഈ തൊഴിലിനോട് താല്പര്യമില്ല. ചോദിച്ചാലും അതിന്റെ ആവശ്യമൊന്നുമില്ല.